നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിമാൻഡ് കുറഞ്ഞ് വെളിച്ചെണ്ണ, റബ്ബറും ഏലവും മുന്നോട്ട്. രാജ്യാന്തര റബ്ബർ അവധി വിപണികളിൽ ഊഹക്കച്ചവടക്കാർ സംഘടിത നീക്കം നടത്തി. ജപ്പാനിൽ റബ്ബർ 15 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇടപാടുകൾ നടന്നു. തായ്ലൻഡ് രാജ്ഞിയുടെ ജന്മദിനം പ്രമാണിച്ച് ദേശീയ അവധിയായിരുന്നതിനാൽ ബാങ്കോക്ക് റബ്ബർ വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല. റെഡി മാർക്കറ്റിൻ്റെ അഭാവത്തിനിടയിൽ ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാർ വിപണിയെ അമ്മാനമാടിയത്. റബ്ബർ കഴിഞ്ഞ ദിവസത്തെ താഴ്ന്ന നിലവാരമായ കിലോ 415 യെന്നിൽ നിന്നും 436 യെൻ വരെ ഉയർത്തി. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും റബ്ബർ ഉൽപ്പാദനം പുനരാരംഭിച്ചു. അനുകൂല കാലാവസ്ഥയിൽ ചെറുകിട കർഷകർ പുലർച്ചെ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചത് കണക്കിലെടുത്താൽ മാസം മധ്യത്തോടെ പുതിയ ഷീറ്റ് വിൽപ്പനയ്ക്ക് എത്തുമെന്ന കണക്ക് കൂട്ടലിലാണ് വ്യാപാര രംഗം. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 265 രൂപയിൽ വിപണനം നടന്നു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങി. മാസാരംഭമെങ്കിലും ചെറുകിട വിപണികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് വൻ ഓർഡറുകൾ വരവ് കുറഞ്ഞത് കൊപ്രയാട്ട് വ്യവസായികളെ ആശങ്കയിലാക്കി. എന്നാൽ വിപണി ചൂടുപിടിക്കുമെന്ന പ്രതീക്ഷയിൽ ചരക്ക് റിലീസിംഗ് താൽപ്പര്യം കാണിക്കാതെ വ്യവസായികൾ വെളിച്ചെണ്ണ നീക്കം കുറച്ചു. ഇതിനിടയിൽ തമിഴ്നാട്ടിൽ കൊപ്രയ്ക്ക് കൂടിയ വില ലഭിക്കുമെന്ന നിലപാടിൽ വൻകിട തോട്ടങ്ങൾ പച്ചത്തേങ്ങ വിൽപ്പനയിൽ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്. ഉൽപ്പാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിന് ചരക്ക് സംഭരണത്തിന് കയറ്റുമതി സമൂഹവും ആഭ്യന്തര വ്യാപാരികളും അണിനിരന്നു. മൊത്തം 80,492 കിലോഗ്രാം ഏലക്ക ലേലത്തിന് വന്നു. ശരാശരി ഇനങ്ങൾ കിലോ 2,500 രൂപയിൽ ഇടപാടുകൾ പുരോഗമിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.